സോ ഗൈസ് അങ്ങനെ നമ്മളാണ് ഇന്നൊരു ബസ് മീറ്റപ്പ് വെക്കാൻ വേണ്ടി പോവാണ്. എന്തായാലും എല്ലാ കൂട്ടുകാരും വരട്ടെ. ഇപ്പോഴാണ് ആരും വന്നിട്ടില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ ഗൈസ്. എന്തായാലും ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന വേറെ ഒന്നുമല്ല, നമ്മൾ കൺട്രോൾ ഹൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കൺട്രോളൊക്കെ ഹൈഡ് ചെയ്ത് നേരെ ഇവിടുന്ന് വിടാനായിട്ട് പോകണം. അപ്പോഴത്തേക്കും ഒരു പ്രോയാണ് ബസ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പുള്ളി അങ്ങോട്ട് പോകുന്ന കാണാനായിട്ട് പറ്റും. എന്നെ കണ്ടെന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ റിവേഴ്സ് വരുമായിരിക്കും ഗൈസ്. പുള്ളിയാണ് അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ചിലപ്പോൾ റിവേഴ്സ് എടുത്ത് വരുമായിരിക്കണം. എന്തായാലും ഞാൻ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും പുള്ളി റിവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നേരെ വണ്ടി എടുത്ത് നമ്മൾ ഇവിടെ വെച്ചല്ല നടത്താനായിട്ട് പോകുന്നത്. നമ്മളാണെങ്കിൽ കുറച്ച് അങ്ങോട്ട് മാറി ഒരു നല്ലൊരു പ്ലേസ് ഉണ്ട്, അവിടെയൊക്കെ ആണെങ്കിൽ വണ്ടി ഇടാനായിട്ട് പറ്റും. ആദ്യം ഞാൻ വിചാരിച്ചത് നമ്മുടെ ഈ താഴെയായിട്ട് ആ ബോട്ടൊക്കെ കിടക്കുന്ന അവിടെ ഇല്ലേ, അവിടെ ഇങ്ങനെ ലൈനപ്പ് ആക്കി ഇട്ടിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാണ്. എന്തായാലും ഈ നമുക്ക് നോക്കാം, എന്തോരം വണ്ടി വരുന്നതിനനുസരിച്ചിരിക്കും അവിടെ ഇടുന്ന ഒരു കാര്യവും. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ആ പുള്ളി വരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതാണ്. ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് പോകണ്ടേ, അല്ലെങ്കിൽ പുള്ളി കൂടെ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കും ബോറാകത്തില്ല. അങ്ങനെ പുള്ളി പുറകെ വരുന്നുണ്ട്, നമ്മൾ നേരെ വെച്ചലക്കി വിടുവാണ്. എന്നാലും ഈ കുറേ ഓടിച്ചപ്പോഴാണെങ്കിൽ പുള്ളി എൻ്റെ പുറകെ ഉണ്ടോ എന്ന് ജസ്റ്റ് എനിക്കൊരു സംശയം. ഞാനാണെങ്കിൽ ബാക്കോട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ പുള്ളി അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുവാണ്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ബസ്സിൻ്റെ തല ഇപ്പോൾ കാണാനായിട്ട് പറ്റും ഗൈസ്. ആ ഒരു ചെടിയുടെ ഇടക്കൂടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബസ്സിൻ്റെ തല ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അപ്പോഴത്തേക്കും വേറൊരു ബസ് അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തത്, താഴെ കാണുന്ന സബ്സ്ക്രൈബ് പ്രസ് ചെയ്ത് സൈഡിക്കാവുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരാണ്, ഉറപ്പായിട്ടും അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ ഇവിടെ വണ്ടി ഇട്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് ഇങ്ങനെ ചരിച്ചിട്ടിട്ട് ബാക്കിൽ കുറച്ച് വണ്ടി വന്നിട്ട് അവിടെ നിന്ന് നേരെ നമുക്ക് കുറച്ച് പിക്കൊക്കെ എടുക്കാതെ വെച്ചാണ്. എന്നാലും ഈ എല്ലാ ബസ്സും കൊള്ളാം. ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് പരിചിതമുള്ള ബസ് തന്നെ ആയിരിക്കും എല്ലാം. കുറേ പേര് ഇതിൻ്റെയൊക്കെ പറ്റി വീഡിയോ ചെയ്തതാണ്. അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇതിൻ്റെയൊക്കെ പിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വേറെ വണ്ടി വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. എന്നാലും നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ലൊരു ഫ്രെയിമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവിടുന്ന് എടുക്കാമെന്ന് പറഞ്ഞാണ്. ആ പുള്ളി മാറി ഇത് ഷട്ട് ചെയ്ത് പറഞ്ഞ് എടുത്തേച്ച് പോകാമായിരുന്നു. ബാക്കിൽ കൂടെ ഒരു വണ്ടി വരുന്നുണ്ട്, ഈ പുള്ളിയാണ് ഇടിച്ച് കയറുമെന്നാണ് തോന്നുന്നത്. അത് തന്നെ സംഭവിച്ചു. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ലൈറ്റ് ട്രാവൽ ഹബ്ബ് എന്നാണ് ആ ഒരു ട്രാവൽ ഹബ്ബിൻ്റെ പേര്. എന്തായാലും പുള്ളിയാണ് നേരെ കൊണ്ടുവന്ന് ഇടിച്ച് കയറ്റി. പുള്ളിക്ക് ചോദിക്കലും പറയലും ഒന്നുമില്ല. എന്നാലും നമ്മൾ ഫോട്ടോ എടുത്തോണ്ടിരിക്കുമായിരുന്നു, അത് അലമ്പായി. എന്നാലും കുഴപ്പമില്ല. നമുക്കാണെങ്കിൽ ഇവിടുന്ന് എടുക്കാൻ പറ്റുമോ ഇല്ലയോ നോക്കാം. ഇവിടെ ആണെങ്കിൽ അത്രയും വണ്ടി കിടക്കാനുള്ള സ്പേസ് ഇല്ല. നമ്മൾ മീറ്റപ്പ് വെച്ച കാരണമാണ് ഇവരെല്ലാം ഈ ഒരു ഗെയിമിലേക്ക് കയറി വന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലം ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ പിന്നെ വിചാരിച്ചു ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അലമ്പാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് അവർക്ക് മെസ്സേജ് ഇടുവാണ്. ഇവിടെ അത്രയധികം വണ്ടികൾക്ക് നിൽക്കാൻ സ്ഥലമില്ല, എന്തായാലും നമുക്ക് മേളിലേക്ക് പോകാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുവാണ്. അങ്ങനെ മേളിൽ ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും, കാരണം അവിടെ നല്ല സ്പേസ് ഉണ്ട്. ഞാനാണെങ്കിൽ വണ്ടി എടുത്ത് നേരെ മേലോട്ട് വിടാനായിട്ട് പോവാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയി. മാക്സിമം നിങ്ങൾ കൂട്ടാനിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് പ്രസ് ചെയ്ത് സൈഡിൽ ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഓസ്ലർ ബസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ ബസ് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് ഗൈസ്. എന്തായാലും അതിനെക്കുറിച്ച് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. എന്തായാലും ഭാവിയിൽ അതൊക്കെ നടക്കുമായിരിക്കും. അങ്ങനെ ഗൈസ് ഞാൻ പറഞ്ഞത് ഒറിജിനൽ ബസ്സിൻ്റെ കാര്യമാണ്, ഈ ഗെയിമിലെ ബസ്സല്ല. നമ്മുടെ ഒറിജിനൽ ബസ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടക്കോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോഴത്തേക്കും നേരെ റിവേഴ്സ് എടുത്ത് ഈ ഒരു പ്ലേസിലേക്ക് ഇടാനാണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും ഇവർ കൊണ്ടുവന്ന് നേരെ ലൈനപ്പ് ആക്കി കണക്കാണ് ഇടുന്നത്. ഞാൻ കാറിട്ടതിൻ്റെ നേരെ ബാക്കിലായിട്ട് ബസ്സെല്ലാം കൂടെ കൊണ്ടിടുവാണ്. പക്ഷേ ഇത്രയും ബസ് ഇവിടെ കൊള്ളത്തില്ല. കുറേയധികം ബസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇഷ്ടംപോലെ ബസ്സുകളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അടക്കാണെങ്കിൽ ഒരു ബസ് ഇങ്ങനെ ചാടിയൊക്കെ പോകുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആദ്യം ആ ഒരു വണ്ടിയുടെ മേളിൽ കയറി, പിന്നെ താഴേക്ക് വന്നു. അങ്ങനെ നമ്മുടെ ലോക്ക ബസ് എത്തിയിട്ടുണ്ട്. എന്തായാലും ലോക്കയുടെ ബസ്സാണത്. അതെല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ ലോക്ക ട്രാവൽ ഹബ്ബിൻ്റെ കാര്യം അറിയാമായിരിക്കും. എന്തായാലും എല്ലാ കൂട്ടുകാരും വണ്ടി ഇവിടെ ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞാൻ അവർക്ക് പറയാനായിട്ട് പോവാണ്, വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് പറയാനായിട്ട് പോവാണ്. അല്ലെങ്കിൽ ഇവരൊന്നും കേൾക്കത്തില്ല, ഈ കാലത്തൊന്നും ഇവർ ഇടാനായിട്ടും പോകുന്നില്ല. എന്നാലും നമുക്ക് നോക്കാം, അവരെല്ലാവരും ഇവിടെ കൊണ്ടൊന്ന് പാർക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോഴത്തേക്കും ആ ബ്രോയാണെങ്കിൽ അവിടെ വണ്ടി ഇട്ടിട്ട് നേരെ നമ്മുടെ കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. പുള്ളിയാണെങ്കിൽ വന്ന് നിന്നിട്ട് ജസ്റ്റ് പോവുകയാണ്. എല്ലാവരും മെസ്സേജ് അയക്കുന്നത് എനിക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. എന്നാ പറ്റിയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ ഇത്രയും നേരം ഹൈഡാക്കി വെച്ച കാരണമായിരിക്കാം ചിലപ്പോൾ അങ്ങനെ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുറേയധികം വണ്ടികളുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോന്ന് എടുത്ത് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, അത് കാരണം ഞാൻ അതിൻ്റെ പേരൊന്നും പറയുന്നില്ല. എന്തായാലും ഞാനാണെങ്കിൽ നൈസായിട്ട്
കുറേയധികം ബസ് പല പല ഡിസൈനാണ് ഈ. എന്തായാലും നിങ്ങൾക്ക് പേമാരി കാണാനായിട്ട് പറ്റും. പേമാരിയൊക്കെ കിട്ടില്ലാണ്, ഈ കിട്ടില്ലം പോലത്തെ വണ്ടിയൊക്കെയാണ്. എന്തായാലും അവർക്ക് കുറേയധികം ബസ് ഉണ്ടെന്നാണ് തോന്നുന്നത്, എനിക്കറിയത്തില്ല. അവരെ ഞാൻ അധികം ബസ്സൊന്നും അങ്ങനെ മീറ്റപ്പിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. പേമാരി എന്ന് തന്നെയല്ല ഈസ് എഴുതിയിരിക്കുന്നത്, അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നിയത്. ഈ പേര് പറയാത്ത കാര്യം വേറൊന്നും കൊണ്ടല്ല ഈസ്. എപ്പോഴെങ്കിലും ഞാനാണെങ്കിൽ ഒരു ബസ്സിൻ്റെ പേര് വിട്ട് കഴിഞ്ഞാൽ പോലും അതിന് പിന്നെ ഹീറ്റ് ആവും. ഞാൻ ജസ്റ്റ് പേര് പറയുന്നത് ഇങ്ങനെ നമുക്ക് പരിചയമുള്ള വണ്ടികളുടെ പേര് ഞാനങ്ങനെ പറയാറുള്ളൂ, അല്ലാതെ എല്ലാ വണ്ടിയുടെയും ഒന്നും പറയാറില്ല. കാരണം എല്ലാ വണ്ടിയുടെയും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആവും, നിങ്ങൾക്ക് കേൾക്കുന്ന നിങ്ങൾക്ക് വലമ്പാവും. അപ്പോഴത്തേക്കും എല്ലാവരും വണ്ടി സെറ്റാക്കി ഇടുന്നുണ്ട്. ഞാൻ ഹോസ്റ്റലർ ബസ്സിൻ്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് ഈ ഹോസ്റ്റലറിൻ്റെ നമ്മുടെ ദാഹൂദ്, നമ്മുടെ പച്ച കളറിലെ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആ ഒരു വണ്ടി. നൈസായിട്ട് എനിക്ക് ഒരെണ്ണം ചെയ്തെടുക്കണമെന്നുണ്ട്. ഒരു റെഡ് വേണ്ട, എനിക്കൊരു ഗ്രീൻ തന്നെ മതി. ഗ്രീനിൽ ചെയ്തെടുക്കണമെന്നുണ്ട്. ഇത് അത്യാവശ്യം നൈസായിട്ടുള്ളൊരു വർക്കാണ് നമ്മുടെ ദാഹൂദിൽ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്തായാലും ഈ ഒരു കിഡിലം പോലത്തെ സാധനം. അതുപോലെ തന്നെ ന്യൂ ഇന്ത്യ കിടപ്പുണ്ട്. നമ്മുടെ ലൈറ്റാണ്. ഈ ഒരു ബ്രോ ആണെങ്കിൽ അവിടെ വെച്ച് ഇടിച്ചുകൊണ്ട് കയറി വന്നത്. ആ ഒരു ബ്രോ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എന്നിട്ട് നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് പോയി ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ഷെയർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മളാണെങ്കിൽ കുറച്ചുകൂടെ സബ്സ്ക്രൈബേഴ്സ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ 2K ആവും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അടിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മളാണെങ്കിൽ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോസ്റ്റലർ ബസ് അവിടെ ആ ഒരു ബ്രോ ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ സെറ്റിങ്സൊക്കെ ഇതാക്കിയിട്ട് നേരെ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ആ ബ്രോയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ കൊണ്ടുവന്ന് ഇടിച്ച് ഫ്രണ്ടോട്ട് കയറുന്നുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഞാൻ വിചാരിച്ചു വണ്ടി ഇവിടുന്ന് മാറ്റാം, വണ്ടി ഇവിടെ ഇട്ടാൽ കഴിഞ്ഞാൽ ശരിയാവത്തില്ലെന്ന്. പിന്നെ എല്ലാവരും ഇപ്പോൾ അവിടെ ഇട്ടുകൊണ്ടിരിക്കുവാണ്. കറക്റ്റ് ആകുമ്പോഴത്തേക്കും സെറ്റ് ആകുമായിരിക്കും. എന്തായാലും എല്ലാ കൂട്ടുകാരും വണ്ടി അറേഞ്ച് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുവാണ്. ഞാനാണെങ്കിൽ ഈ സൈഡിലേക്ക് വണ്ടി കുറച്ച് കയറ്റിയിടാമെന്ന് വെച്ചു, ചരിച്ചിടാമെന്ന് വെച്ചു. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് പിക്കെടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് പിക്കെടുക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മളാണെങ്കിൽ കുറച്ച് പിക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വണ്ടി ഇവിടെ കൊണ്ടുവിട്ടത്. വണ്ടി ഇവിടെ നമുക്ക് കിട്ടണം എന്നാൽ മാത്രം പിക്ക് എടുക്കുമ്പോൾ കുറച്ചുകൂടെ സെറ്റ് ആകത്തുള്ളൂ. ഞാൻ അങ്ങനെ വണ്ടി അറേഞ്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇട്ടുകൊണ്ടിരിക്കുവാണ്. വണ്ടി അറേഞ്ച് ചെയ്തിട്ടാലേ നമുക്ക് തംബ്നെയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഇവിടുന്ന് ഇപ്പോഴേ സെറ്റ് ചെയ്താലേ കാര്യം നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ തന്നെ ഈ ഒരു ഗെയിമിൽ നിന്ന് ബാക്കായി പോകും. കാരണം അത്രയധികം ആൾക്കാരാണ് വരുന്നത്. എന്നാലും നിങ്ങൾക്ക് ഓരോ ബസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഗ്യാങ്ങിൽ ബസ്സായിരിക്കും ഇപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഗ്യാങ്ങിൽ തന്നെ ഒരു 10-20 ബസ്സോളം കാണും. അങ്ങനെ കുറച്ച് ഗ്യാങ് ഉണ്ട് അങ്ങനെ കുറേയധികം ഗ്യാങ്സ് ഉണ്ട്. കുറേ കൂട്ടുകാർ ചോദിച്ചാണ് ബ്രോ ഈ ഒരു ലോക്കയുടെ ഗ്യാങ്ങിൽ എങ്ങനെ കയറാമെന്ന്. അപ്പോൾ ഇപ്പോൾ ആ ടീം ഫുള്ളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അകത്തോട്ട് ആരെയും എടുക്കുന്നില്ല. കുറേയധികം ഗ്യാങ് ഉണ്ട് നമ്മുടെ ലോക്ക തന്നെയല്ല, കുറേയധികം ഗ്യാങ് ഉണ്ട്. നിങ്ങൾ അതിൻ്റെ അകത്തൊക്കെ ചോദിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് അവരൊക്കെ കയറ്റുന്നതായിരിക്കും. നമ്മുടെ ഹോസ്റ്റലർ ബസ്സിൻ്റെ ഗ്യാങ് ഉണ്ട്, അങ്ങനെ പല പല ഗ്യാങ് ഉണ്ട്. അതല്ലെങ്കിൽ ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഫോക്കസ് വെച്ച് കുറച്ച് ഫോട്ടോ എടുക്കുവാണ്. അപ്പോഴത്തേക്കും വിചാരിച്ചു ഹോസ്റ്റലർ ബസ്സിൻ്റെ ഇപ്പുറത്തൂടെ ഒരു ബസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ലുക്ക് നമുക്ക് കിട്ടിയേനെ. പക്ഷേ ഇപ്പറേ ബസ്സില്ല. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ യുവന്മാരാണെങ്കിൽ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഓർത്തിനി ഇത് എന്നാ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഞാൻ ഓടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടുന്ന് കുറച്ചധികം പിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഈ പിക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഓരോ ബസ്സും നിങ്ങൾ നോക്കുക സെറ്റാക്കിയാണ് നിർത്തിയിരിക്കുന്നത് ചെക്കന്മാരെ. എന്തായാലും നമ്മുടെ ലോക്കയുണ്ട്, അങ്ങനെ കുറേയധികം ബസ്സുണ്ട്. എന്തായാലും പല പല കളറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ചിലതൊക്കെ വൈറ്റ് ബസ്സുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ന്യൂ ഇന്ത്യയൊക്കെ ഇപ്പോൾ ലോഞ്ച് ചെയ്തേ ഉള്ളതെന്നാണ് തോന്നുന്നത്. കാരണം വലിയ രീതിക്ക് അതിൻ്റെ അകത്തൊന്നും ഡിസൈൻ വർക്കൊന്നും കൊടുത്തിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഫ്രണ്ടിലായിട്ട് കുറേയധികം വണ്ടികളുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കുറേ പേരൊക്കെ ലാഗ് അടിച്ച് ബാക്ക് പോകുന്നുണ്ട്. എനിക്ക് എന്താണ് ലാഗ് അടിക്കാത്തതെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു സമയത്ത് ഭയങ്കര ലാഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചതാണ് ബാക്ക് പോകും എന്ന് വിചാരിച്ച് തന്നെയാണ് നിന്നത്. പക്ഷേ ബാക്ക് പോയിട്ടില്ലായിരുന്നു. അതെന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് വണ്ടി എടുത്തോണ്ട് നമ്മൾ ആദ്യം പോയ സ്ഥലത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. എന്താവും ഏതാവും എന്നൊന്നും ഒരു പിടുത്തമില്ല. അതിനിടയ്ക്കാണെങ്കിൽ ഒരു ബ്രോ അവിടെ ഒരു വാൻ കണക്കൊരു ഐറ്റം കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. വാനാണെന്നാണ് തോന്നുന്നത്. എന്നാലും നമുക്ക് ആ വാൻ്റെ അടുക്കൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഒരു ഗോൾഡൻ കളറിൽ ഒരു വാനാണ്. തമ്പുരാൻസ് എന്ന് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സൈഡിലായിട്ട് അങ്ങനെ തമ്പുരാൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതല്ലെങ്കിൽ കൊള്ളാം. ഒരു റൂഫ് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു യെല്ലോ കളറിൽ കിട്ടില്ല പോലെ സാധനം. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു ബസ് കൊണ്ടുവന്ന് നിങ്ങൾ നോക്കുക. ഫുള്ളായിട്ടൊരു പ്രത്യേക ഒരു കളർ അല്ലെങ്കിൽ എന്തായാലും ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു പ്രത്യേക ഒരു കളറാണ്.
ഇത് നമ്മുടെ അനിമി ക്യാരക്ടറാണെന്ന് തോന്നി. ഈ അനിമിയൊന്നും എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എന്നാലും ഈ കൊള്ളാം. ഞാനാണെങ്കിൽ അടിക്കുക വന്നപ്പോൾ പുള്ളിയാണെങ്കിൽ വാതിലും കാര്യങ്ങളൊക്കെ തുറന്നു തന്നു. അപ്പോൾ ഞാൻ അകത്ത് കയറിയിട്ട് ജസ്റ്റ് അതിൻ്റെ കളറൊക്കെ നോക്കുകയാണോ, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഈ ഒരു തീ പോലത്തെ രീതിയിലാണ് ഇതിൻ്റെ അകത്ത് കളറ് വന്നിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അങ്ങനെ ഈ എല്ലാവരും വന്ന് ഈ ഒരു വണ്ടി ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ നിന്നവരൊക്കെയാണ്. ഇവരെല്ലാം ഓടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ നിൽക്കുന്ന കാരണം അല്ലെന്ന് തോന്നുന്നു. ഈ അവർ വണ്ടി തന്നെ നോക്കിയിരിക്കുകയാണ്. അമ്മാതിരി വണ്ടി സെറ്റ് താനം. അതിൻ്റെ അടുക്കാണ് ഈ തമ്പുരാൻസിൽ ഈ ഒരു വാനും എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നൈസായിട്ട് സ്കൂട്ടാവുകയാണ്. നമുക്കിനി വേറെ സൈഡിലേക്ക് പോവാം. എന്തായാലും ഇവിടെ ഇന്ന് കുറച്ച് പോസ്റ്റ് അടിച്ചു. വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഇഷ്ടംപോലെ വണ്ടികളുണ്ടായിരുന്നു. ഞാൻ ഓരോന്നോരോന്ന് എടുത്തു പറയാനാണ്. ഇഷ്ടംപോലെ ഉണ്ട്. കുറേ പേര് വന്നിട്ട് ബാക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് താഴത്തേക്ക് ഇറക്കാനായിട്ട് പോവാണ്. എന്തായാലും താഴെ ഇറക്കിയിട്ട് അവിടെ ഇടാം. അപ്പം എല്ലാവരും വരുന്നുണ്ട്. ഈ പുറകെ എല്ലാവരും വരുന്നുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. കാരണം അവർ വരേണ്ട കേസ് എല്ലാവരും വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരും. നമുക്ക് നോക്കാം. ഇവിടെ നിൽക്കാനായിട്ട് സ്ഥലം കിട്ടുമോ അറിയത്തില്ല. ഇപ്പം തന്നെ എല്ലാവരും കുറേ പേരൊക്കെ അലമ്പാക്കും കേസ്. നമ്മുടെ ആ ഒരു കൈവരി കണക്കത്തെ സാധനം പിടിച്ച് കളയും. നമുക്ക് കണ്ട് തന്നെ അറിയാം. ഞാൻ വണ്ടി കുറച്ച് ഫ്രണ്ടോട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്തിടാനായിട്ട് പോവാണ്. ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇങ്ങനെ ഓരോ ബസ് വരുന്നുണ്ട്. കണ്ടോ, ഇടിച്ച് തെറിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ബസ് കയറി വന്നുണ്ട്. ഒരു ബസ് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ വേറൊരു ബസ് കയറി വന്നു. അങ്ങനെ തന്നെ ഒരു ബസ്സാണ് നേരെ റിവേഴ്സ് എടുത്തുകൊണ്ട് വന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്താണ് കാണിക്കുന്നതെന്ന് എനിക്കും അറിയത്തില്ല, പുള്ളിക്കാരനും അറിയത്തില്ല. പുള്ളിയാണെങ്കിൽ ഫ്രണ്ടോട്ട് എടുക്കുന്നുണ്ട്, ബാക്കോട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നിൽക്കുവാണ്. പിന്നെയും ബാക്കോട്ട് തന്നെ വരുന്നുണ്ട്. ആ കൈവരി ഫുള്ള് ഇടിച്ച് കളഞ്ഞു. വെള്ളത്തിലേക്ക് പോകും. പിന്നെയും ചാടി ഫ്രണ്ടിൽ വന്ന് നിൽക്കും. എന്തൊക്കെയോ ഇവർ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു തമ്പുരാൻസിലെ വാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യാം. നമ്മുടെ ഗ്യാങ്ങിനും വാനൊക്കെ ഉണ്ട്. എന്നാലും വൈകാതെ നമ്മുടെ ഗ്യാങ്ങിൽ ഒരു മീറ്റപ്പ് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡിലായിട്ടൊരു ബസ് കാണാനായിട്ട് പറ്റും. ഈ ബസ്സാണ് ചാടിക്കൊണ്ടിരിക്കുവാണ്. കാരണം വെള്ളത്തിൽ പോവും പിന്നെയും ചാടും, വെള്ളത്തിൽ പോവും പിന്നെയും ചാടും. അങ്ങനെയാണ് നിൽക്കുന്നത്. ഞാൻ ഇവിടുന്ന് കുറച്ച് പിക്ക് എടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്താണ് ഇവന്മാരെ ഒന്ന് തലയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മുട്ടത്തലയിലാണ് തല കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ പുള്ളി അത് അലമ്പാക്കി. ഈ ബസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. പിന്നെയും മേലോട്ട് പോകും, പിന്നെയും താഴോട്ട് വരും, പിന്നെയും മേലോട്ട് പോകും, പിന്നെയും താഴോട്ട് വരും. ഞാൻ ഇത് തന്നെ കുറേ നേരം നോക്കിക്കൊണ്ട് നിന്നായിരുന്നു. എന്നാലും നിങ്ങൾക്ക് ഈ ബസ്സൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു മീറ്റപ്പിൽ നിങ്ങളും വരാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് മീറ്റപ്പ് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മളാണെങ്കിൽ വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. വാട്സപ്പ് ചാനലിൽ വന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മീറ്റപ്പിൻ്റെ ലിങ്കൊക്കെ അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഐഡിയും പാസും ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.